അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചുകൂട്ടുകയും എന്നിട്ട് അവരെ തളിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം അല്ലാഹു പറഞ്ഞുതരാ. അവര് പറഞ്ഞു അങ്ങനെ അവരവിടെ നരകത്തിങ്കൽ ചെന്നാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവര് പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ. എന്റെ കണ്ണ് നാളെ റബ്ബിന്റെ അരികിൽ ചെന്നാൽ എനിക്കെതിരായി വരികയാ, എന്റെ കാത് എനിക്കെതിരായി വരികയാ, എന്റെ തൊലികൾ എനിക്കെതിരായി വരികയാ. വല്ലാത്ത ഗൗരവമേറിയ നിമിഷമാണ്, വല്ലാത്ത ഗൗരവമേറിയ ലോകമാണ്. അവസാനം മനുഷ്യര് പറഞ്ഞു പോവുകയാ, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. അവിടെ നടക്കുന്ന സംസാരമാ. തങ്ങളുടെ തൊലികളോട് അവര് പറഞ്ഞു പോകും, മനുഷ്യന്മാര്, നിങ്ങളെന്തിനാണ് തൊലികളെ ഞങ്ങൾക്കെതിരായി അല്ലാഹുവിങ്കൽ സാക്ഷ്യം വഹിച്ചു പോയത്? ഏതാ തൊലി? ചർമ്മല്ല. അവനാന്റെ ശരീരത്തെ ശിരസ് മുതൽ കാൽപാദമടക്കം പൊതിഞ്ഞു നിൽക്കുന്ന മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തൊലി. ഈ ചർമ്മം, ഈ തൊലി മനുഷ്യനെതിരിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ മനുഷ്യന്മാര് തൊലിയോട് പറയാം, ഈ എന്തിനാ തൊലി എനിക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? ഈ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്താ മറുപടി? ആ തൊലികൾ പറഞ്ഞ വാക്കെന്തരങ്ങള്? ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇ വഹുവ ഖലഖകും അവ്വല മർറ വഇലൈഹി തുർജഊൻ. അപ്പൊ തൊലികൾ പറയും, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു, നോക്കണങ്ങള്, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. തൊലികൾ പറഞ്ഞു പോവുകയാണ്. തൊലികളോട് മനുഷ്യർ പറയാണ്, തൊലികളെ നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചു പോയത്? തൊലികൾ മറുപടി പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം പറയാ. അവിടെ പടച്ചോൻ ഉപയോഗിച്ചൊരു പദം തരയോ? എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. പരലോകത്ത് മനുഷ്യന് കിട്ടാൻ പോണ ഏറ്റവും വലിയ തിരിച്ചടി തരകള്, നമ്മൾ ഈ കാണുന്ന സർവ്വ സൃഷ്ടികളും, ചേതനങ്ങളാകട്ടെ അചേതനങ്ങളാകട്ടെ, ജീവണ്ട് ജീവല്ല എന്ന് മനുഷ്യൻ പറയുന്ന എല്ലാ സൃഷ്ടികളും മനുഷ്യൻ അനുകൂലമായോ പ്രതികൂലമായോ പരലോകത്ത് സംസാരിക്കുന്ന ഖുർആനും തിരുസുന്നത്തും നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കസേര, ഈ അന്തരീക്ഷം, മണൽത്തരികൾ, ഈ മൈക്ക്, ഈ ലൈറ്റ്, ഈ മനുഷ്യര്, ഇവിടെയുള്ള ചെടികള്, ഇവിടെയുള്ള മരങ്ങള്, ഈ തെങ്ങിന്റെ ഓലകൾ, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വിഷയമാണ്. ഇതിന്റെ ഇടയിലാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നൊരു ഓർമ്മയും കൂടി നമുക്ക് പെടാറുണ്ട്. ഇത്രയും സാക്ഷികൾ അള്ളാഹുവിന്റെ ലോകത്തുള്ള കൊണ്ടുവരും, നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ. അപ്പൊ ഒരു വീടിക്കുറ്റി കത്തിച്ചു, ഒരു മരത്തിന്റെ ഒട്ടുന്നത് നോക്കി ആരുമില്ല, ആരും വേണ്ടത് മരം നിൽക്കുന്നുണ്ട്, നാളെ റബ്ബിന്റെ ലോകത്ത് വരും. ഒരു ടിവിയുടെ മുന്നിൽ കുത്തിരുന്നു, കാപ്പിലൊന്നുമില്ല, ആരുമില്ല, ആരും വേണ്ട, 4 ചുമരുകളും കട്ടിലുവാ കിടക്കി, ടിവി തന്നെ മതി, ഈ സ്ക്രീനും അതിലൂടിയ സിനിമയും നാളെ റബ്ബിന്റെ ലോകത്ത് വരും, അനുകൂലമായോ പ്രതികൂലമായോ. അല്ലാഹു അക്ബർ. ആലോചിച്ചോളി, മനസ്സിലാക്കി. വിശാലമായി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് ഞാൻ ഓടിച്ചു. ഇനി നോക്കണം, അള്ളാഹു പറഞ്ഞതിന്റെ ബാക്കി, അള്ളാഹു അതിന്റെ ബാക്കി പറഞ്ഞുതരാ. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ظننتم أن الله لا يعلم كثيرا مما تعملون. നിങ്ങളുടെ കാതോ, നിങ്ങളുടെ കണ്ണുകളോ, നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി
നിങ്ങൾ ആ അവയവങ്ങളിൽ നിന്നും ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ. എന്റെ കണ്ണ് നാളെ റബ്ബേ എനിക്കെതിരെ റബ്ബിന്റെ ലോകത്ത് വരുമെന്ന് കരുതിയിട്ട് ഈ കണ്ണുകൊണ്ട് നമ്മൾ ആരും ഹറാമിലേക്ക് നോക്കാതിരുന്നിട്ടില്ലല്ലോ. ഈ കണ്ണുകൊണ്ട് നമ്മൾ ആരും ഹറാമ് കാണാതിരുന്നിട്ടില്ലല്ലോ. ഈ കണ്ണുകൊണ്ടല്ലേ അന്യയിലേക്ക് നോക്കിപ്പോയത്, ഈ കണ്ണുകൊണ്ടല്ലേ സിനിമാ പോസ്റ്റർ കണ്ടുപോയത്, ഈ കണ്ണുകൊണ്ടല്ലേ സീരിയല് കണ്ടുപോയത്, ഈ കണ്ണുകൊണ്ടല്ലേ നാടകം കണ്ടുപോയത്, ഈ കണ്ണുകൊണ്ടല്ലേ സർവ്വ തമ്മാടിത്തങ്ങൾ നോക്കിപ്പോയത്. ഈ കണ്ണുകൊണ്ട് തമ്മാടിത്തങ്ങൾ കാണുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടില്ല മനുഷ്യരെ, നാളെ റബ്ബിന്റെ ലോകത്ത് ഈ കണ്ണ് നമുക്കെതിരായി വരുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ലോകത്ത് 80 കൊല്ലക്കാലം ജീവിച്ചപ്പോ കണ്ണിനെ സൂക്ഷിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കാത് നമുക്കെതിരായി വരുമെന്ന് കരുതി റബ്ബ് പറയാ, ഈ കാതിനെ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഈ കാതിലല്ലേ നിങ്ങൾ ഹറാമായ സംഗീതം ശ്രമിച്ചു പോയത്, ഈ കാത് കൊണ്ടല്ലേ നിങ്ങൾ ഗീബത്ത് കേട്ടുപോയത്, ഈ കാത് കൊണ്ടല്ലേ നിങ്ങൾ നമീമത്ത് കേട്ടുപോയത്, ഈ കാതിലല്ലേ സർവ്വവൃത്തികേട് നിങ്ങൾ ശ്രമിച്ചു പോയത്, ഈ കാതിലല്ലേ വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ തിരികെ വെച്ചിട്ട് ഹറാം പറപ്പ് മുഴുവനും കണ്ടതും കേട്ടതും ആസ്വദിച്ചതും നിങ്ങൾ ഈ ചെവി കൊണ്ടല്ലേ. ഈ ചെവി കൊണ്ട് നിങ്ങളൊക്കെ തമ്മാടിത്തങ്ങളാണ് കേട്ടുപോയത്. നിങ്ങളുടെ മൊബൈലിന്റെ അങ്ങേ തലക്കല് ഒരു പെണ്ണിന്റെ ശൃംഗാരത്തിന്റെ ശബ്ദം, ഈ മൊബൈലിന്റെ അങ്ങേ തലക്കല് ഒരു പുരുഷന്റെ ശൃംഗാരത്തിന്റെ ശബ്ദം. ഭർത്താവല്ല, ഭാര്യയല്ല, ആങ്ങളെയല്ല, പെങ്ങളല്ല, ഉമ്മയല്ല, വാപ്പയല്ല, മഹറമായിട്ടുള്ള ഒരാളല്ല, അന്യനാണേ, അന്യ പെണ്ണാണേ. ആ മൊബൈലിന്റെ അങ്ങേ തലക്കൽ നിന്നല്ലേ നിങ്ങൾ ശൃംഗരിച്ചു പോയത്. അപ്പൊ ഈ കാത് നാളെ റബ്ബിന്റെ ലോകത്ത് വരുമെന്ന് കരുതിയിട്ട് അല്ലാഹു എങ്ങനത്തെ ഒരു ശൃംഗാരം എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാനായോ, ഇങ്ങനൊരു ഹറാം കേൾക്കണ്ടെന്ന് തീരുമാനിക്കായോ? നിങ്ങൾ ആലോചിച്ചു, ഈ ദുനിയാവില് 70 കൊല്ലക്കാലം അല്ലാഹു ആയുസ് തന്നപ്പോ ഈ കാത് റബ്ബേ ഈ തൃപ്തിപ്പെട്ടതല്ലാതെ, നിന്റെ ഖുർആനല്ലാതെ, ദീനിന്റെ സദസ്സല്ലാതെ, ഖൈറായ കാര്യങ്ങളല്ലാതെ ഈ കാതിലൊരു ഹറാമും കേൾക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. കാതെതിരായി ആ കൂട്ടത്തിലാണ് അല്ലാഹു വീണ്ടും പറഞ്ഞത്, നിങ്ങളുടെ തൊലികളും നിങ്ങളുടെ ചർമ്മങ്ങളും. ഈ ചർമ്മത്തിന്റെ ഭംഗി കാണിക്കാനാണ് പല സ്ത്രീകളും ഇസ്ലാമിക വിരുദ്ധ വസ്ത്രം ധരിച്ചുപോയത്. ഈ ചർമ്മത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാനാണ് പലരും ഔറത്ത് വെളിവാക്കിയിട്ട് പുറത്തിറങ്ങിപ്പോയത്. ഈ ചർമ്മ സൗഭാഗ്യം, ഈ ചർമ്മത്തിന്റെ സൗന്ദര്യം ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനാണ് ഇസ്ലാമിക വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ചുപോയത്. الجنة لا يجدن ريحها إن ريحها مسيرة كذا وكذا. വിദൂരതയിൽ നടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാനാകാതെ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനാകാതെ ഒട്ടകപ്പൂഞ്ഞകൾ പോലെ ചാഞ്ഞും ചെരിഞ്ഞും തങ്ങളിലേക്ക് ചായ്ക്കുന്നവളും ചാഞ്ഞു പോകുന്നവളുമായി ഇസ്ലാമിക വിരുദ്ധമായ ഒട്ടിപ്പിടിച്ച, ഇറുകിപ്പിടിച്ച, ലോലമായ, മൃദുലമായ ശരീരത്തിന്റെ നിന്നോന്നതകൾ പ്രകടമാകുന്ന, ഉള്ളങ്ങണത്തിന്റെ പുറത്ത് പ്രകടമാകുന്ന രീതിയിലുള്ള വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചപ്പോ തൊലികൾ നിങ്ങൾക്കെതിരായി നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നവെന്ന് കരുതി നിങ്ങൾ സ്കൂളുകളിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ കോളേജിലേക്ക് ഇസ്ലാമിന്റെ വേഷവിധാനം തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഞായറാഴ്ച തോറും ഓരോരോ വീടുകളിൽ ഓരോരോ കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന കല്യാണത്തിന്റെ പുരകളിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത വസ്ത്രമേതാ? ലഹങ്കയല്ലേ, ചോളിയല്ലേ, ചുരിദാറല്ലേ, ഇറാനിയല്ലേ, ഇറാഖിയല്ലേ? വ്യത്യസ്തമായ രാഷ്ട്രങ്ങളുടെ പേരിൽ പിശാചിറക്കി കൊടുത്തുപോയ ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങളല്ലേ? വലാ ജുലൂദുക്കും. നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ അല്ലാഹുവിന്റെ അരികില് എന്റെ 10-60 കൊല്ലക്കാലഘട്ടത്തിലെ വസ്ത്രം പടച്ചോന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുമെന്ന്, എന്റെ ഔറത്ത് കൊണ്ടുവരപ്പെടുമെന്ന്, എന്റെ ശരീരത്തിലെ തൊലികൾ കൊണ്ടുവരപ്പെടുമെന്ന് കരുതിയിട്ട് ഈ തൊലി റബ്ബേ മൂടണമെന്ന് 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തുണ്ടല്ലോ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين. ശരീരം മുഴുവനും മൂടുന്ന ജലാബീബിന്റെ വിഷയത്തിൽ